പാൽ ഉൽപ്പന്നങ്ങൾ ധാരാളം കഴിക്കുന്നവരാണ്. തൈരും പാലും ഒക്കെ ഒരുപാട് കൂട്ടി ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരാണ് ഹരിയാനയിലുള്ളതെന്ന് അറിയാം. അപ്പോൾ ഹരിയാനയിൽ നല്ല കട്ടിയുള്ള പാലിൽ നല്ല കട്ടിയുള്ള ചായയൊക്കെ കിട്ടും. രാവിലെ ചായയൊക്കെ കുടിച്ചോ എന്നാണ് ഹരിയാനയിലെ മൊത്തത്തിലൊരു അവസ്ഥ. ഭക്ഷണത്തിൻ്റെ വിഭവം പോലെ തന്നെ ഇത്തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വിഭവങ്ങൾ ഏറെയാണ്. ഭരണവിരുദ്ധ വികാരം ഒരു ഭാഗത്ത്, നൈസിം സൈനിയും മനോഹർലാൽ ഖട്ടർ പോയതിനു ശേഷം നേതൃത്വത്തിൻ്റെ അഭാവം BJP-യിൽ പ്രകടമാകുന്നു. BJP-ക്കുള്ളിലെ വിഭാഗീയതയടക്കമുള്ള വിഷയങ്ങൾ, തൊഴിലില്ലായ്മയടക്കമുള്ള വിഷയങ്ങൾ, അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ധാലിയിൽ വിഭവങ്ങൾ ഏറെയുമാണ്. എന്താണ് പി. ആർ. സുനിൽ, ഹരിയാനയിലെ ഇപ്പോൾ റോത്തക്കിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിശേഷം? അരുൺ, എന്തായാലും രാവിലെ ഒരു ചായ കുടിക്കാൻ കഴിഞ്ഞില്ല. നല്ല എരുമപ്പാലിൽ നല്ല ചായ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഹരിയാന. പക്ഷേ ഞങ്ങൾക്ക് രാവിലെ അതിനൊരു ഇടവേള കിട്ടിയിട്ടില്ല. ഞങ്ങൾ അടുത്ത നിമിഷങ്ങളിൽ അതിനായി ശ്രമിക്കും. ഏതായാലും ഇപ്പോഴും നമ്മൾ ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ വസതിക്ക് മുമ്പിലാണ്. ഈ ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് രാഷ്ട്രീയത്തിൽ ഒരുപാട് തമാശകളും ഒരുപാട് ചരിത്രവും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ഹരിയാന. ആയാറാം ഗയാറാം എന്നൊക്കെ കഴിഞ്ഞ 10 വർഷം നമ്മൾ വളരെ സജീവമായി ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു വാക്ക് വന്നത് ഹരിയാനയിൽ നിന്നാണ്. പണ്ട് ഗയാലാൽ എന്ന ഒരു കോൺഗ്രസ് നേതാവ് ഒറ്റ ദിവസം കൊണ്ട് 3 പാർട്ടിയിലേക്ക് മാറി. അപ്പോൾ അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന ബീരേന്ദ്ര സിംഗ് ആണ് പറഞ്ഞത് ആയാറാം ഗയാറാം. അപ്പോൾ രാവിലെ കോൺഗ്രസ് നേതാവായിരുന്നു, കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അയാൾ യുണൈറ്റഡ് ഫ്രണ്ടിലേക്ക് പോയി. ഗയാലാൽ പിന്നീട് യുണൈറ്റഡ് ഫ്രണ്ടിൽ നിന്ന് വീണ്ടും തിരിച്ച് കോൺഗ്രസിൽ വന്നു, വീണ്ടും തിരിച്ച് യുണൈറ്റഡ് ഫ്രണ്ടിലേക്ക് പോയി. അപ്പോൾ ആയാറാം ഗയാറാം എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷം. കാരണം ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ, ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമ്പോൾ പോലും പ്രതിപക്ഷ പാർട്ടികൾക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. ഇനിയിപ്പോൾ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ തന്നെ MLA-മാർ മറുകണ്ഠം ചാടുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളുടെ കാലമായിരുന്നു കഴിഞ്ഞ 10 വർഷം. രാജസ്ഥാനിലൊക്കെ MLA-മാരെ കൊണ്ട് ബസ്സിൽ രാത്രിക്ക് രാത്രി റിസോർട്ടുകളിലേക്ക് പോകേണ്ട ഗതികേടിലായിരുന്നു കഴിഞ്ഞ 10 വർഷം കോൺഗ്രസ് പാർട്ടി. അങ്ങനെ വലിയ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ ഉത്തരേന്ത്യ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാണിച്ചതാണ്. ഏതായാലും ഹരിയാനയിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന നമുക്ക് പ്രകടമാണ്. ഒരുപാട് പേർ ഇപ്പോൾ ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ വസതിക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. कहाँ से आए? रोहतक से। क्या आज क्या हो जाएगा? हुड्डा जी अच्छे से जीतेंगे, बहुत अच्छे से जीतेंगे, मुख्यमंत्री बनेंगे डेफिनेटली। आप बताओ कैसे? बहुत अच्छा लग रहा है। यहाँ पर सरकार चेंज होगी और हमारे जो मुख्यमंत्री है भूपेंद्र सिंह हुड्डा बनेंगे और काफ़ी सीटों से विकास का मुद्दा ज़्यादा यहाँ पर रोहतक शहर के हरियाणा के अंदर काफ़ी है। किसानों का मुद्दा है, बेरोजगारी मुद्दा है, वो सारा। ഏതായാലും ഭൂപേന്ദ്ര സിംഗ് ഹൂഡ മുഖ്യമന്ത്രിയാകും എന്നാണ് അദ്ദേഹത്തിന്റെ വസതിക്ക് മുമ്പിൽ ഇപ്പോഴെത്തിയിരിക്കുന്ന ഈ പ്രവർത്തകരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഇന്നലെ രാത്രിയും ഇവിടെ വന്നിരുന്നു. വലിയ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാക്കളുടെയൊക്കെ തന്നെ തിരക്കായിരുന്നു. വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. 3-2 ഭൂരിപക്ഷത്തിൽ തന്നെ ഹരിയാനയിൽ അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് പറയുന്നു. അങ്ങനെ ഹരിയാനയിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന കാണുമ്പോൾ തീർച്ചയായും അത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ തന്നെ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, പി. ആർ. സുനിൽ, നമുക്ക് ഹരിയാനയിലെ രാഷ്ട്രീയ അവസ്ഥ കൂടി പ്രേക്ഷകർക്ക് ഒന്ന് വിശദീകരിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം, ഹരിയാനയിൽ നമ്മുടെ ടാലിയിൽ കോൺഗ്രസ്, BJP, INLD+, JJP+ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ആം ആദ്മി പാർട്ടി കൂടി അവിടെ മത്സരിക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകരെ അറിയിക്കുന്നു. നമ്മൾ ആം ആദ്മി പാർട്ടിയെ തൽക്കാലം ഈ ടാലിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് സാധ്യത വളരെ കുറവാണ് എന്ന നിഗമനത്തിൽ കൂടിയാണ്. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് സീറ്റുകൾ ലഭിക്കുന്ന പക്ഷം കോൺഗ്രസ്+ എന്ന കാറ്റഗറിയിലേക്ക് നമുക്ക് പെടുത്താം. തീർച്ചയായിട്ടും അത് BJP-ക്ക് പോകുന്ന വോട്ടുകളല്ല. പക്ഷേ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഹരിയാനയിൽ ഇന്ത്യ മുന്നണിയില്ല. സഖ്യകക്ഷിയായ ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസിന് സീറ്റ് ധാരണയിലെത്താൻ സാധിച്ചിരുന്നതുമില്ല. അപ്പോൾ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് അഭയ് സിംഗ് ചൌട്ടാലയുടെ ഇന്റർനാഷണൽ ലോക്ദൾ BSP-യുമായി ചേർന്നുള്ള സഖ്യം വളരെ നിർണായകമാണ്. അതേസമയം ജനനായക് ജനതാ പാർട്ടി എന്ന JJP പാർട്ടിയുടെ ദുഷ്യന്ത് ചൌട്ടാലയും ഒപ്പം ആസാദ് സമാജ് പാർട്ടിയുടെ ചന്ദ്രശേഖർ ആസാദും ചേർന്നുള്ള സഖ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് INLD+ എന്ന് നമ്മൾ എഴുതിയത്. അവിടെ BSP-യുമായി സഖ്യത്തിലാണ് അഭയ് സിംഗ് ചൌട്ടാലയുടെ ഇന്റർനാഷണൽ ലോക്ദൾ. ദേവിലാൽ രൂപീകരിച്ച ഇന്റർനാഷണൽ ലോക്ദൾ പിന്നീട് ഓം പ്രകാശ് ചൌട്ടാലയുടെ മകൻ അഭയ് സിംഗ് ചൌട്ടാലയിലേക്ക് എത്തുമ്പോൾ പക്ഷേ ഇത്തവണ വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. JJP BJP-യുടെ സഖ്യകക്ഷിയായിരുന്നു എന്നത് പ്രേക്ഷകർക്കറിയാം. BJP-യുടെ സഖ്യകക്ഷിയായിരുന്ന JJP മനോഹർലാൽ ഖട്ടർ ഗവൺമെന്റിനുള്ള പിന്തുണ 2024 മാർച്ച് മാസത്തിൽ പിൻവലിക്കുന്നതോടുകൂടിയാണ് മനോഹർലാൽ ഖട്ടർ സർക്കാർ താഴെ പോകുന്നതും പകരം നയബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായി വരുന്നതും. പക്ഷേ ആ ഘട്ടത്തിലും JJP ദുഷ്യന്ത് സിംഗ് ചൌട്ടാല നയബ് സിംഗ് സൈനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിൽ നിലവിലിരിക്കുന്നതിൽ വെച്ച് മൈനോറിറ്റി ഗവൺമെന്റ് ആയിട്ടാണ് നയബ് സിംഗ് സൈനി ഇപ്പോൾ
ജനവിധി തേടാൻ പോകുന്നതും. മനോഹർലാൽ ഖട്ടർ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. നയബ് സിംഗ് സൈനി തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് BJP വൃത്തങ്ങൾ പറയുന്നു. പക്ഷേ BJPക്ക് അടിപതറുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. ഒരിക്കൽ കൂടി ടാലി പ്രേക്ഷകർക്ക് കാണാം. കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഭൂപീന്ദർ സിംഗ് ഹൂഡ, BJPയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നയബ് സിംഗ് സൈനി, ഇന്ത്യൻ നാഷണൽ ലോക്ദൾ പ്ലസ് BSP സഖ്യം അഭയ് സിംഗ് ചൗട്ടാല, ഒപ്പം JJP ജനനായക് ജനതാ പാർട്ടിയുടെ ദുഷ്യന്ത് സിംഗ് ചൗട്ടാല, ഒപ്പം ആസാദിന്റെ പാർട്ടിയായ കാൻഷിറാം ആസാദ് രൂപീകരിച്ചിരിക്കുന്ന ആസാദ് സമാജ് പാർട്ടിയുടെ ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടി. JJP 66 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ ആസാദ് സമാജ് പാർട്ടി 12 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഇന്റർനാഷണൽ ലോക്ദൾ മത്സരിക്കുന്നത് 51 സീറ്റുകളിലാണ്. BSP മത്സരിക്കുന്നതാവട്ടെ 35 സീറ്റുകളിലും. INLDക്ക് വലിയ സാധ്യത, ഒരു നേരിയ മുൻതൂക്കം JJPക്കാൾ കാണുന്നുണ്ട്. പക്ഷേ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ വിജയത്തെ, ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ വിജയത്തെ തടയാനുള്ള കരുത്തൊന്നും INLDക്കോ BJPക്കോ ഇല്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. പി ആർ സുനിൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. പി ആർ സുനിൽ, എരുമപ്പാൽ കുടിക്കുന്നതിനോടൊപ്പം ഇത്തവണ ഈ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കരുത്ത്, ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ കരുത്തിനെ തടയാൻ അഭയ് സിംഗ് ചൗട്ടാലയ്ക്ക് കഴിയുമോ എന്നൊരു വലിയ ചോദ്യം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ JJP ആണ് BJPയുടെ സഖ്യകക്ഷി ആയതെങ്കിൽ INLDക്ക് ഒരു നിർണായക കക്ഷിയായിട്ട് മാറാൻ കഴിയുമോ? INLD BSP സഖ്യത്തിന് എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജാട്ട് വോട്ടുകൾ ആര് നേടുമെന്നതും നിർണായകമല്ലേ ഹരിയാനയിൽ? പി ആർ സുനിൽ. അരുൺ, എന്തായാലും ജാട്ട് വോട്ടും ജാട്ട് ഇതര വോട്ടും വലിയൊരു ശതമാനം ഇത്തവണ കോൺഗ്രസിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ തന്നെയാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങളൊക്കെ തന്നെ വന്നത്. ജാട്ട് വോട്ടുകളിൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചിരുന്ന JJP ആയാലും INLD ആയാലും കാര്യമായ ഒരു ചലനം അവർക്കുണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത്തവണ JJP ദുഷ്യന്ത് ചൗട്ടാലയുടെ, അജയ് സിംഗ് ചൗട്ടാലയുടെ മകൻ ദുഷ്യന്ത് ചൗട്ടാലയുടെ JJPയെ ഹരിയാനയിലെ ജനങ്ങൾ കൈവിടുന്നു എന്ന ഒരു കാഴ്ച കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായിരിക്കും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ മനോഹർലാൽ ഖട്ടാറിന് വീണ്ടും അധികാരത്തിൽ വരാൻ JJPയാണ് പിന്തുണ നൽകിയത്. അന്ന് 40 സീറ്റ് മാത്രമാണ് മനോഹർലാൽ ഖട്ടാറിലൂടെ BJPക്ക് കിട്ടിയത്. പക്ഷേ BJPക്ക് സർക്കാർ രൂപീകരിക്കണമെങ്കിൽ പുറത്തുനിന്നൊരു പാർട്ടിയുടെ പിന്തുണ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് JJPയുമായി സഖ്യമുണ്ടാക്കിയത്. JJPയുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരിച്ചത്. അപ്പോൾ BJPയുമായി സഖ്യമുണ്ടാക്കിയ JJPയെ ഈ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ ജനങ്ങൾ കൈവിടുന്നു എന്നതിന്റെ സൂചന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിലുണ്ട്. JJPയെ കൈവിട്ട് ഹിസാർ മേഖലയിൽ INLDയെ തിരിച്ചുകൊണ്ടുവരുന്നു. അഭയ് സിംഗ് ചൌട്ടാലയുടെ INLDയെ ഹരിയാനയിലെ ജനങ്ങൾ കൈപിടിച്ചുയർത്തുന്നു. അപ്പോൾ BJPയുമായി സഹകരിക്കുന്ന, BJPക്ക് പിന്തുണ നൽകുന്ന, BJPക്കൊപ്പം നിൽക്കുന്ന പാർട്ടികളെ ഹരിയാന കൈവിടുന്നതിന്റെ സൂചന ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ്. ഏതായാലും ജാട്ട് ശക്തി കേന്ദ്രങ്ങളിലായാലും ജാട്ടിതര ശക്തി കേന്ദ്രങ്ങളിലായാലും വലിയ മുന്നേറ്റം ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് ഇത്തവണ ഹരിയാനയിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എക്സിറ്റ് പോൾ സർവേകളൊക്കെ തന്നെ പറയുന്നത്. മറ്റ് പാർട്ടികളെല്ലാം നിഷ്പ്രഭമാവുകയാണ്. ഏതായാലും മറ്റ് പാർട്ടികൾക്ക് എന്തെങ്കിലും സീറ്റ് കിട്ടുകയാണെങ്കിൽ അത് INLDയിലൂടെ വരുന്ന 3, 4, 5, 6 സീറ്റ് മാത്രമായിരിക്കും. ബാക്കി വലിയൊരു ശതമാനം സീറ്റ് കോൺഗ്രസിലേക്ക് തന്നെ പോകും. BJPക്ക് പരമാവധി 30 സീറ്റ്, 25 മുതൽ 30 സീറ്റ്, അതിലും താഴേക്ക് BJP പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെ ജാട്ട് വോട്ടുകളും ജാട്ടിതര വോട്ടുകളും ഒന്നായി ചേർന്ന് കോൺഗ്രസിന് അനുകൂലമായി BJPക്കെതിരെ വിധി എഴുതുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഹരിയാനയിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ഓക്കെ, പി ആർ സുനിലാണ് ഇപ്പോൾ ഹരിയാനയിൽ റോത്തങ്ങിൽ നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ വസതിക്ക് മുന്നിലാണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി പി ആർ സുനിൽ ഉള്ളതും. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ വരാൻ പോകുന്നത്. BJP അടിപതറുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് ആരായിരിക്കും? തീർച്ചയായിട്ടും ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്ന് തന്നെയാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. അതേസമയം തന്നെ കുമാരി സെൽജയും മുഖ്യമന്ത്രി പദത്തിനെ അവകാശം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കുമാരി സെൽജി ഉപമുഖ്യമന്ത്രിയായി ഒരുപക്ഷെ തിരികെ കൊണ്ടുവന്നേക്കാം. ഇപ്പോൾ കുമാരി സെൽജ ലോക്സഭയിലെ അംഗമാണ്. കുമാരി സെൽജയും ഭൂപീന്ദർ സിംഗ് ഹൂഡയും 2 ക്യാമ്പുകളായി മാറുന്നതിന് മുൻപ് തന്നെ അവർക്കിടയിൽ ഒരു സമവായം ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. 60 സീറ്റുകളോളം ഒരുപക്ഷെ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹരിയാനയിൽ നേടാനുള്ള സാധ്യതയുണ്ടെന്നും കണക്കുകൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ,